അത്തിപ്പറ്റ ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഞാനൊരിക്കൽ ഉസ്താദിന്റെ അടുക്ക പോയി, ഒരിക്കൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരിക്കൽ ഞാനിങ്ങനെ ഉസ്താദിന്റെ അടുക്ക സുബഹിന്റെ സമയത്ത് ഇങ്ങനെ പോയി. വലിയ കാര്യമാ, സുബഹിന് തിരക്കൊന്നും ഉണ്ടാവില്ല സമയത്ത്. അങ്ങനെ സുബഹിന്റെ സമയത്ത് എത്തിപ്പറ്റ ഉസ്താദിന്റെ ചാരത്ത് ഇങ്ങനെ നിസ്കാരമൊക്കെ ജമാഅത്തായി കഴിഞ്ഞു. ഉസ്താദിന്റെ അടുക്കൽ ഇങ്ങനെ ഇരിക്കുമ്പോ നമ്മളൊക്കെ ഇങ്ങനെ അടുത്തിരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഉസ്താദിന്റെ അടുക്കൽ ഒരു ഉസ്താദ് വന്നു. ഒരു ഉസ്താദ്, പള്ളിയിലൊക്കെ ജോലി ചെയ്യുന്ന ഒരു ഉസ്താദ് കടന്നു വന്നു. എത്തിപ്പറ്റ ഉസ്താദിന്റെ അടുക്ക വന്നിരുന്നിട്ട് പറഞ്ഞു, ഉസ്താദെ, എന്റെ മോന് ഭയങ്കര കുരുത്തക്കേടാ, ഒന്ന് ദുആ ചെയ്യണം. കേൾക്കണം എല്ലാവരും, നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട, ഓരോ വാപ്പമാരും ഓരോ ഉമ്മമാരും വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ബഹുന്ദനായ ഉസ്താദ് അവിടെ കടന്നു പറഞ്ഞു, ഉസ്താദിനോട് പറയാ, എന്റെ മോൻ, നമ്മളൊക്കെ പറയാറില്ലേ ഭയങ്കര കുരുത്തക്കേടാ ഉസ്താദെ, പറഞ്ഞ അനുസരണയില്ല ഉസ്താദ്, ബുദ്ധിയില്ല ഉസ്താദെ, മന്ദബുദ്ധി ഉസ്താദെ. ആരെ കുറിച്ച്? സ്വന്തം മക്കളെ കുറിച്ച്. ഞാനും നിങ്ങളും പറയാറുണ്ട്, നമ്മുടെ അല്ലാഹു നമുക്ക് വരദാനമായി തന്ന, അമാനത്തായി തന്ന, നമ്മുടെ കണ്ണിന് കുളിർമയുള്ള നമ്മുടെ മക്കൾ, ആ മക്കളെ വെച്ചിട്ടാ നമ്മൾ പറയുന്നത് ഇവൻ അനുസരണയില്ലാത്തവനാ, ഇവൻ കുരുത്തം കെട്ടവനാ, പറഞ്ഞ അനുസരിക്കത്തില്ല, ബുദ്ധിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മക്കളെ സ്വന്തം മാതാപിതാക്കൾ തന്നെ പറയാറുണ്ട്. ആ സമയത്ത് ബഹുനിനായ ഉസ്താദ് അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ അവന്റെ വാപ്പയാ, നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ അങ്ങനെ പറയരുത്. നിങ്ങൾ ആ കുട്ടിയുടെ വാപ്പയാണ്, നിങ്ങളുടെ നാവ് കൊണ്ട് അങ്ങനെ പറയരുത്. നിങ്ങൾ ആ പറയുന്ന സമയത്തെങ്ങാണം അല്ലാഹുവിന്റെ മലക്കുകൾ ആമീൻ എന്ന് പറഞ്ഞാൽ അവൻ അനുസരണക്കേട് കാണിക്കുന്നവനായി പോകും. അതുകൊണ്ട് നിങ്ങൾ പറയില്ലേ എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാനായ അത്തിപ്പറ്റ ഉസ്താദ് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എത്രയോ സത്യമുള്ള വാക്കുകളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ അങ്ങനെ പറയാറുണ്ട്. ഇതൊക്കെ അവസാനം നമ്മുടെ മക്കൾ അതവർക്ക് ശാപം പോലെ ഇറങ്ങുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു അവിടെ ഇബ്ലീസിനെ ശപിക്കുകയാണ്. ആ ശാപം കേട്ടപ്പോഴാണ് ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് ഉണ്ടല്ലോ, അവിടെ നിന്ന് കരഞ്ഞു പോയെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, രണ്ടാമത്തെ അവസരം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗമുണ്ടല്ലോ, ഒരാൾക്കും ചിന്തിക്കാൻ കഴിയാത്ത, എത്ര വലിയ ബുദ്ധിയുള്ളവനാണെങ്കിലും അവനൊരിക്കലും ഊഹിക്കാൻ കഴിയാത്ത, ചിന്തിക്കാൻ കഴിയാത്ത പടച്ച റബ്ബിന്റെ സ്വർഗ്ഗമുണ്ടല്ലോ. ലഹും ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗ്ഗമുണ്ടല്ലോ. ഊഹിക്കാൻ കഴിയില്ല, അളക്കാൻ കഴിയില്ല. കാരണം സ്വർഗ്ഗം അത്ര വിശാലമാണ്. അല്ലാഹുവിന്റെ സ്വർഗ്ഗം വല്ലാത്ത വിശാലമാണ്. എത്ര വാഴ പറഞ്ഞാലും അത് നമുക്ക് തിരിയില്ല. ഇത് പറഞ്ഞത് ഞാനല്ല, അല്ലാഹു തന്നെയാ പറഞ്ഞത്. സ്വർഗ്ഗത്തെ കുറിച്ച് പറഞ്ഞാ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകില്ല. കാരണം സ്വർഗ്ഗം അത്രയും വിശാലമാണ്. അതിനകത്ത് അല്ലാഹു അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. അതിലുണ്ട് മുന്തിരിത്തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ടുപാടാൻ തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്കു നീ ഒരു പാസുതാ മന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാ ഹന്നാനേ. ഇതാണ് അല്ലാഹുവിന്റെ